ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാധനം വന്നിരിക്കുകയാണ്. എമ്പുരാന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ എമ്പുരാന്റെ ടീസർ ചെയ്തതാണ്. ടീസർ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞത്. നമ്മളൊരു ഇന്റർനാഷണൽ മൂവിയൊക്കെ കാണുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പല പല ഷോട്ടുകളും സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഇല്ലില്ല, ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ ഉള്ളു സിനിമ റിലീസ് ചെയ്യാൻ. അപ്പൊ തന്നെ ഇപ്പം ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 കോടി ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു. 3 കോടിയോളം ഇപ്പൊ ബുക്കിംഗിൽ തന്നെ 3 കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ പടത്തിന് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയാളത്തിന്റെ ആയിട്ടുള്ള ഏറ്റവും വലിയ ചിത്രമാണ് അത്. നമ്മുടെ താരരാജാവ് ലാലേട്ടൻ ഇതിനകത്ത് വരുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പൃഥ്വിരാജ് ഡയറക്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് നേരെ ഈ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. ഫസ്റ്റ് ഷോട്ട് തന്നെ അടിപൊളിയല്ലേ? എന്റെ മക്കളല്ല എന്റെ പിന്തുണച്ചക്കാർ. പഴയ എന്നെ പിന്തുടരുന്നവർ ആരാണ്? രണ്ടാമതായിട്ട് പി.കെ. രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. വേറെ പാർട്ടി ഒരു രക്തബന്ധത്തിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दिखाने के लायक ही नहीं, पर शुरू से वो एक नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽ, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കുകയാണ്. സ്റ്റീഫൻ എത്ര സ്ഥലം സ്വാഗതം. അതൊക്കെ ഗൂസ് ബംസ് അടിക്കുന്ന സാധനങ്ങളാണ്. പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൃഥ്വിരാജിന്റെ ചെറുപ്പം. തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവിയല്ലാതെ ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. അതെ, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid. Zaid ഷോട്ടൊക്കെ Masud. ഭയങ്കരമല്ലേ? We have to end this war. ഇതിനകത്ത് വാറിനകത്ത് So Stephen, come back. Save your man. ഇതാ ലാസ്റ്റ് ഫോറസ്റ്റ് സീൻ എന്ന് പറയുന്നത്. God so മീശോടെ വാള മറ്റേ തീ കണ്ടില്ല. ഇതിനായിട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഷോട്ടല്ലേ ഇതിലും വേണം. But answer this one question. Who are you really? Lucifer. ഇതൊക്കെ എനിക്കത് ക്ലൈമാക്സിലെ സീനൊക്കെ ക്ലൈമാക്സിലെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന പറഞ്ഞത് ആ ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കിട്ടിയത്. ആദ്യത്തെ ഒരു ട്രെയിലറിന്റെ പകുതി വരെ നമ്മൾ പഴയ ലൂസിഫറിന്റെ ആ ഒരു രീതി വന്നത്. അന്ന് വെച്ചാൽ രാഷ്ട്രീയവും അവിടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെ ആയിട്ട് കാണിച്ച് പിന്നെ അങ്ങോട്ട് ഒരു ഈ ട്രെയിലർ 3.5
മിനിറ്റോളം ഉണ്ട്. എനിക്കൊന്ന് ഈ പടത്തിന്റെ ക്യാൻവാസ് അത്രത്തോളം വലുതാണ്, അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു ട്രെയിലർ വന്നിട്ട്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞല്ലേ, ഞാനിപ്പോ പറഞ്ഞോട്ട് ഈ ട്രെയിലറിന്റെ പകുതി മുതൽ അങ്ങോട്ട് നമ്മൾ വേറെ ഒരു പടം കാണുന്നുണ്ട് ഒരു ഫീല്. നമ്മൾ മലയാള സിനിമയുടെ ഒരു ട്രെയിലർ അല്ല കാണുന്നത്. ആ ഒരു ഫീല് നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ആ ഒരു ഫൈറ്റിംഗ് സീക്വൻസ്, അതുപോലെ ഷൂട്ടിംഗ് സീൻസ്, ബ്ലാസ്റ്റ് ചെയ്യുന്ന സീന്, പിന്നെ ഓരോരോ ഷോട്ട്സുകളെ നമ്മൾ പിന്നെ പല പല രാജ്യങ്ങളെ കണക്ട് ചെയ്ത് കാണിച്ചു. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിയിരിക്കുകയായിരുന്നു. ആ സിനിമ എന്തായിരിക്കാം എന്നുള്ളതാണ്. ഇത് തരുന്നുണ്ട്. ഇപ്പൊ ഈ ഐമാക്സിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ആകുമ്പോഴത്തേക്ക് വേറെ ലെവലായിരിക്കും. എന്ന് വെച്ചാൽ ഇത് നമ്മൾ അത്ര ഒരു വലിയ ഒരു സ്ക്രീനിൽ ഇരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. എന്ന് വെച്ചാൽ മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കയാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല. ഇപ്പം പൃഥ്വിരാജ് തന്നെ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, VFX ഒക്കെ ഒഴിവാക്കി മാക്സിമം ആ ഷോട്ട് ലൈവായിട്ട് തന്നെയാണ് പുള്ളി എടുത്തേക്കുന്നത്. അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആ ഓരോ ഔട്ട്പുട്ട് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ഇതിനകത്ത് എനിക്ക് ഈ ട്രെയിലറിനകത്ത് ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ അല്ല, ഒരു 10-20 ക്യാരക്ടേഴ്സിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം നല്ല നല്ല റോളുകളും ഒക്കെയാണ്. എന്തായാലും 27-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ ഉള്ളു. അപ്പൊ നമുക്ക് അന്നൊരു ഭയങ്കര ഒരു ആഘോഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പടം നമുക്ക് സത്യം പറഞ്ഞാല് ആ ഒരു സീൻ ഭയങ്കര ഗൂസ്ബംസ് ഉള്ള കുറെ സീൻസ് ഉണ്ട്. എന്ന് വെച്ചാല് ആ പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ ലാലേട്ടനെയും ഒരുമിച്ച് കാണിക്കുന്ന സീന്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എല്ലാരും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ഫോറസ്റ്റ് ഫൈറ്റിന്റെ. അതിനകത്ത് ലാലേട്ടൻ ഇങ്ങനെ മീശ ഉരുട്ടിട്ട് ഇങ്ങനെ വാടാന്നുള്ള ആ ഒരു സീൻ നമ്മുടെ ലൂസിഫറിനകത്ത് കണ്ടായിരുന്നു. ഭയങ്കര കൈഡിയിട്ട് സീൻ. അപ്പൊ അതുപോലത്തെ എനിക്കൊന്ന് അതൊക്കെ ഭയങ്കര ഗൂസ്ബംസ് തരുന്ന സീൻസ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ആ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഫോറസ്റ്റ് സീൻ കിടുവായിട്ടുണ്ട്. ആ ഒരു ഫയറും എല്ലാം കൂടെ വന്നിട്ടുള്ളത്. പിന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു സീനും രണ്ടുപേരും കൂടെ കാണിക്കുന്ന ആ ബ്ലർ ചെയ്യിപ്പിച്ച് ബാക്കി കാണിക്കുന്ന സീനൊക്കെ അടിപൊളിയാണ്. അതൊക്കെ ഉറപ്പായിട്ട് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് കയ്യടി വീഴുന്ന സീൻ തന്നെയാണ്. അപ്പൊ അതുപോലുള്ള നമ്മൾ ഫസ്റ്റിനകത്ത് നമ്മൾ കണ്ടതാണ്, ഒരുപാട് കയ്യടി സീൻസുകൾ നിറച്ച ഒരു സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാഴ്ചത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.